നമസ്തേ. സരളം സംസ്കൃതം പാഠശാലയിലൂടെ നമ്മൾ 1-ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇന്നിവിടെ നമ്മൾ പഠിക്കുന്നത് 1-ാം ക്ലാസ്സിലെ 4-ാമത്തെ പാഠമാണ്. ചതുർത്ഥഃ പാഠഃ. ചതുർത്ഥഃ 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 പാഠഃ കഥയതു ബാലേ. കേട്ട വാക്കുണ്ട് ഇവിടെ അല്ലേ? ഏതാണ് ആ കേട്ട വാക്ക്? ബാലേ, പെൺകുട്ടി അല്ലേ? വിളിക്കുകയാണ്. അല്ലയോ പെൺകുട്ടി, കഥയതു പറയൂ, കഥയതു പറയൂ, ആഗച്ഛതു വരൂ, ഗച്ഛതു പോകൂ, ലിഖതു എഴുതൂ, പഠതു പഠിക്കൂ. അങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ചതുർത്ഥഃ പാഠഃ കഥയതു ബാലേ. അല്ലയോ പെൺകുട്ടി പറയൂ. എന്താണ് പറയേണ്ടത്? ധാരാളം ചിത്രങ്ങളുണ്ട് ഇവിടെ. ആ ചിത്രത്തിൽ എന്തിൻ്റെ എല്ലാം ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്? ചിത്രത്തിൽ കാനി മൃഗാണി സന്ധി എന്നാണ് പറയേണ്ടത്. ടീച്ചർ ഇങ്ങനെ ഇവിടെ ഇടത്തേ ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പറയട്ടെ. അങ്ങനെ ഉണ്ട് പ്രദക്ഷിണം പോലെ ഇങ്ങനെ ഉണ്ട് പറഞ്ഞു വരട്ടെ. പ്രദക്ഷിണമല്ല, നോക്കാം. ഞാൻ പറയണത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല മക്കളല്ലേ നിങ്ങളൊക്കെ. നോക്കാം. ശുനകഃ. കണ്ടില്ലേ? ആരാണ്? മനസ്സിലായി അല്ലേ? ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി. ശുനകഃ നായ. മാർജാരഃ ബിഡാലഹ പൂച്ച. പിന്നെ ആരാണ്? കേൾക്കാത്ത വാക്കാൻ തോന്നുന്നുണ്ടല്ലേ? എന്നാലും ആളെ നമുക്ക് പരിചയമുണ്ട്. എന്താണ് ആള്? നമ്മൾ പറയില്ലേ വാനരഹ. പറയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാനരഹ എന്ന്? ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ പറഞ്ഞും പോവും വാനരഹ എന്നല്ലേ. വാനരഹ. പിന്നെ ഈ ഇടത്തെ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടോ നകുലഹ. പിന്നെ അതാ വലിയൊരാൾ നിൽക്കണത്. അത് അയാളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. വ്യാഗ്രഹ പുലി. ഇവിടെ നകുലഹ എന്ന് പറഞ്ഞാൽ കീരിയാണ്, വ്യാഗ്രഹ പുലിയാണ്. പിന്നെ അതാ പാവം ഒരാൾ നിൽക്കണ അജഹ ആട്. പിന്നെ ആരാളുള്ളത്? ധേനു പശു. അപ്പോൾ ഇവിടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളും ഉണ്ട്, വളർത്താത്ത മൃഗങ്ങളും ഉണ്ട്. നോക്കാലോ. ഒന്നും കൂടെ പറയട്ടെ. നോക്കാം. ശുനകഃ നായ, മാർജാരഃ പൂച്ച, വാനരഃ കുരങ്ങൻ, നകുലഃ കീരി, വ്യാഗ്രഹ പുലി, അജഹ ആട്, ധേനുഹു പശു. ഇതിൽ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും മൃഗമുണ്ടോ? ഉണ്ടല്ലേ. ഏതാണ്? ശുനകമുണ്ട്. പിന്നെ മാർജാരുണ്ട്. ചിലരൊക്കെ പണ്ടൊക്കെ വീട്ടിൽ പൂച്ചയെ വളർത്തും. ഇപ്പോഴും വളർത്തും കേട്ടോ. ചിലർ വളർത്തും, ചിലർ വളർത്തില്ല. എന്നാലും അത് വീട്ടിൽ വളർത്തുന്ന മൃഗമായിട്ട് തന്നെയാണ് പൂച്ച. പൂച്ച, നായ. പിന്നെ വാനരനെ വളർത്താറുണ്ടോ? ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നകുലഹ കീരി വളർത്താറുണ്ടോ? എല്ലായിടത്തും കാണാറുണ്ട്, പക്ഷെ നമ്മൾ വളർത്തുന്നതല്ല. പലയിടത്തുനിന്ന് ഇങ്ങോട്ട് ഓടി വരുന്നതാണ് ഇതൊക്കെ. വളർത്തുന്ന മൃഗമല്ല കേട്ടോ. നകുലഹ അവരൊക്കെ താനെ വളരുകയാണ്. പ്രകൃതി വളർത്തുകയാണ് അവരെ. വ്യാഗ്രഹ. ആരെങ്കിലും വ്യാഗ്രത്തെ വളർത്താറുണ്ടോ? പുലി ഞാൻ കണ്ടിട്ടേ ഇല്ല. അടുത്തത് അജഹ പശു. അല്ല, സോറി, തെറ്റിപ്പോയി. അജഹ ആട് വീട്ടിൽ വളർത്തൂല്ലേ? വളർത്തും. പിന്നെ ധേനു പശു. അപ്പോൾ ഇവിടെ പാലിത മൃഗങ്ങൾ ഏതെല്ലാമാണ് നോക്ക്. പാലിത ജന്തൂനാം നാമാനി വിവേചയതോ വദതു. പാലിത ജന്തൂനാം എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിക്കുന്ന ജന്തുക്കളുടെ, നമ്മൾ വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ, മൃഗങ്ങളുടെ നാമാനി പേരുകൾ പറയുക. ഒന്ന് പറഞ്ഞോളേ. ശുനകഃ, ബിഡാലഹ, അജഹ, ധേനുഹു.
മറ്റുള്ള എത്ര ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തി? 3 ആളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരവിടെ നിൽക്കട്ടെ അല്ലേ? എന്നാലും അവരുടെ പേരൊന്ന് പറയാം. നകുലഹ, കീരി, വ്യാഗ്രഹ, പുലി, വാനരഹ, വാനരൻ, കുരങ്ങൻ. ഇനി നോക്കാം. ഇതിൽ നല്ലൊരു പാട്ടാണ് മക്കളെ, നല്ലൊരു പാട്ട്, കവിതയാണ്. കഥയതു ബാലേ, കഥയതു ബാലേ, കഥയതോ പറയൂ. നേരത്തെ പറഞ്ഞില്ലേ, കഥയതോ പറയൂ. ആരോടാ പറയുന്നു? ബാലേ, അല്ലയോ മോളെ, പെൺകുട്ടി, പറയൂ. എന്താ പറയണ്ടത്? ഞാൻ പാടി നോക്കട്ടെ, കേട്ടാ മതി ട്ടോ. കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ വികസിതകുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. ഒരു പ്രാവശ്യം കൂടി, ഒരു തവണ കൂടി. കഥയതു ബാലേ, അല്ലയോ പെൺകുട്ടി, പറയൂ. കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ വികസിതകുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. ഇനി നിങ്ങൾ പാടണം. കഥയതു ബാലേ, കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ. ചോദ്യമാണ്. വികസിതകുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. ഒരു തവണ കൂടി. കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ വികസിതകുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. എൻ്റെ അർത്ഥം നോക്കാം. കഥയതു ബാലേ, മോളെ പറയൂ. തടാകതീരെ, തടാകതീരത്തിൽ, കിം വാ പശ്യാമ, എന്താണ് കാണുന്നത്? എന്താ കാണുന്നത് തടാകത്തിൽ എന്ന്? വികസിതകുസുമം, വികസിതകുസുമം, വികസിതകുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. വികസിതകുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. അപ്പം എന്തെല്ലാം കാണുന്നുണ്ടെന്നാ കുട്ടി പറയണത്? ഒരു തവണ കൂടി. കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ. മക്കളെ, നമ്മൾ ഈ തടാക തീരത്തിൽ വെച്ച് തടാകത്തിലേക്ക് കണ്ടു നോക്കുമ്പോൾ കിം വാ പശ്യാമ, എന്തെല്ലാം കാണുന്നുണ്ട്? വികസിതകുസുമം, വികസിതകുസുമം, വിടർന്ന പൂക്കള്. ഭേഗം മീനം, വികസിതകുസുമം ഭേഗം മീനം. പിന്നെയോ ഭഗം ച പശ്യാമ. വികസിതകുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ വികസിതകുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. നമ്മൾ തടാക തീരത്തിൽ വെച്ച് തടാകത്തിലേക്ക് കണ്ട് നോക്കുമ്പോൾ എന്തെല്ലാമാണ് കാണുന്നത്? വികസിതമായ പൂക്കള്, വികസിച്ച പൂക്കളുണ്ട്. പിന്നെ ഭേഗഹ, തവളയുണ്ട്, ഭേഗത്തെ കാണുന്നുണ്ട്. പിന്നെയോ മീനം, മീനിനെ കാണുന്നുണ്ട്. പിന്നെ ഭഗം ച പശ്യാമ. ഭഗം, ഭഗം എന്ന് പറഞ്ഞാൽ കൊറ്റിയാണ്, കൊക്ക്. കൊറ്റിയെയും കാണുന്നുണ്ട്. നിങ്ങൾ ശരിക്കും നോക്ക്, കൊറ്റി എവിടെയാണ് നിൽക്കുന്നതെന്ന്, എവിടെയാണ് നിൽക്കണമെന്ന് ടീച്ചറോട് പറയണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അടുത്ത ചിത്രത്തിൽ നോക്കാം. അല്ലേ വേണ്ട, ആദ്യം മുതൽ നോക്കാം.
അപ്പോൾ ചതുർത്ഥ പാഠ കഥയതു ബാലേ, അല്ലയോ പെൺകുട്ടി പറയൂ. ചിത്രേ കാനി കാനി പാലിത ജന്തുനി സന്ധി. ചിത്രത്തിൽ ഏതെല്ലാം ജന്തുക്കളാണ് നമ്മൾ വളർത്തുന്ന ജന്തുക്കൾ, ജീവികൾ, മൃഗങ്ങൾ? അപ്പം നിങ്ങൾ പറഞ്ഞു ശുനകഃ മാർജാരഃ നകുല, തെറ്റിപ്പോയി. ശുനകഃ മാർജാരഃ അജഃ ധേനുഃ ച പാലിത ജന്തവഃ. പിന്നെയോ മറ്റ് പാലിക്കപ്പെടാത്ത ജീവികൾ ഇവിടെ ഉണ്ട്. നകുലഃ വ്യാഘ്രഃ വാനരഃ. ആ 3 ആൾക്കാർ, 3 ജീവികൾ നമ്മൾ പാലിക്കാറില്ല. പിന്നെ അടുത്തത് ഒരു പാട്ട്. കഥയതു ബാലേ തടാകതീരേ കിം വാ പശ്യാമ വികസിത കുസുമം വേഗം മീനം ഭഗം ച പശ്യാമ. കഥയതു ബാലേ, പെൺകുട്ടി പറയോ. തടാകതീരേ, നമ്മൾ ഈ തടാകതീരത്തിൽ നിന്നിട്ട് തടാകത്തിലേക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ തടാകതീരത്തിൽ വെച്ച് എന്തെല്ലാം കാണുന്നുണ്ട് തടാകത്തിൽ? കിം വാ പശ്യാമഹ, വയം കിം വാ പശ്യാമഹ, നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്? വികസിത കുസുമം, വിടർന്ന പൂവ്, ഭേഗഹ മീനഹ ബഗഹ. അവിടെയൊക്കെ ഭേഗം മീനം ബഗം എന്നാണ് പറയുന്നത്. അതായത് ഭേഗത്തെയും അതായത് തവളയെയും മീനിനെയും ബഗത്തെയും കാണുന്നുണ്ട്. പശ്യാമഹ, നമ്മൾ കാണുന്നുണ്ട്. വയം പശ്യാമഹ. അടുത്ത നോക്ക്, ഇവിടെ ബഗഹ കൊറ്റി, വികസിത പുഷ്പം. ബഗമുണ്ട്, വികസിത പുഷ്പമുണ്ട്. നല്ല ചിത്രം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അടുത്തത് നോക്ക്. വദതു ച താത തടാകമധ്യേ കഥമിഹ നിവസന്തി ഭവനേ വയമിഹ സ്നേഹസമേത സുഖേന നിവസന്തി. വദതു ച താത തടാകമധ്യേ കഥമിഹ നിവസന്തി ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. ഇനി പാടണം. വദതു ച താത തടാകമധ്യേ കഥമിഹ നിവസന്തി ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. ഒരു തവണ. വദതു ച താത തടാകമധ്യേ കഥമിഹ നിവസന്തി ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. എന്താ പറയണത്? വദതു ച താത, വദതു ച താത, താത അച്ഛാ എന്ന് പറയാം. താത അച്ഛാ. തടാകമധ്യത്തിൽ ഇവര് കഥം നിവസന്തി ഇതി വദതു. ഈ തടാകമധ്യത്തിൽ ഇവരെല്ലാവരും എങ്ങനെയാണ് നിവസിക്കുന്നത്, വസിക്കുന്നത്, ജീവിക്കുന്നത് എന്ന് പറയോ അച്ഛാ. ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. ഭവനം വീട്, ഭവനം വീട്. വയമിഹ നമ്മളെപ്പോലെ, വയം ഇഹ നമ്മളെപ്പോലെ, സ്നേഹസമേതം സുഖേന നിവസന്തി ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. ഭവനേ വയമിഹ വീട്ടിൽ നമ്മൾ എപ്രകാരമാണോ സ്നേഹസമേതം സുഖേന നിവസന്തി, സ്നേഹത്തോടു കൂടിയിട്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ട് എങ്ങനെയാണോ അപ്രകാരമാണ് തടാകമധ്യത്തിൽ ഈ ജീവികൾ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു തവണ കൂടി ഈ കവിത നല്ല കവിത ആയതുകൊണ്ട് ഒന്നുകൂടെ പാടട്ടെ.
കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ വികസിതകുസുമം ഭേകം മീനം ബകം ച പശ്യാമ വദതു ച താത തടാകമധ്യേ കഥമിഹ നിവസന്തി ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. ഈ പാട്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് പാടണം. കവിതയുടെ അർത്ഥവും അതോടെ നമുക്ക് മനസ്സിലാവും, പറയാൻ പറ്റുമെങ്കിൽ പറയണം. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രം ദൃഷ്ട്വാ, ചിത്രത്തിലേക്കൊന്ന് നോക്കുക. എന്നിട്ട് ബന്ധുവാചക ശബ്ദാൻ വദതു. നമ്മളെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാവും? ഇപ്പോൾ തടാകത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളൊരു വീട്ടിൽ ആരെല്ലാം ഉണ്ടാവും? ചിത്രത്തിൽ നോക്കാം. പിതാ മാതാ, രണ്ടിൻ്റെയും അർത്ഥം മനസ്സിലായി. പിതാ, പിതാവ് കേട്ടിട്ടുണ്ടാവും. കേട്ടില്ല അല്ലേ? എന്നാ പിതാവ് എന്ന് പറഞ്ഞാൽ അച്ഛനാണ്. നമ്മളിവിടെ പിതാ എന്ന് പറഞ്ഞ, മാതാവ് എന്ന് പറഞ്ഞ അമ്മയാണ്. നമ്മളിവിടെ മാതാ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുള്ളത്? പിതാ, മാതാ, പിന്നെ ജ്യേഷ്ഠ, ജ്യേഷ്ഠ, അനുജ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? അഞ്ച് പഞ്ചജനാഹ സന്ധി. അത്ര ഗൃഹേ പഞ്ചജനാഹ സന്ധി. ഇവിടെ ഈ വീട്ടിൽ 5 ആളുകളാണ് ഉള്ളത്. ആരൊക്കെ? മാതാ, പിതാ, ജ്യേഷ്ഠ, ജ്യേഷ്ഠ, അനുജ ച. അപ്പം മാതാവ്, പിതാ അച്ഛൻ, ജ്യേഷ്ഠ ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠ ജ്യേഷ്ഠൻ, അനുജ അനുജത്തി. അങ്ങനെ പഞ്ചജനാഹ 5 ആളുകളാണ് അവിടെ ഉള്ളത്. ഇനി ത എന്ന അക്ഷരം എഴുതുന്ന രീതി ഈ ആരോ മാർക്ക് അല്ലെങ്കിൽ അമ്പടയാളത്തിലൂടെ ഒന്ന് പോയി നോക്കുക. താഴെ നിന്ന് പോകണം. താഴെ നിന്ന് പോയി അത് അമ്പിൻ്റെ കൂർത്ത ഭാഗം കണ്ടില്ലേ? ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അമ്പതാ പോയി 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 ഒന്ന് മേലോട്ട് പോയി താഴോട്ട് വന്ന് അവിടെ നിന്നു. അതാണ് ത. എന്താണ്? ത. താതാന്ന് പറഞ്ഞില്ലേ? താതാ. ആ താ ആണ് അവിടെ. ഒന്നും കൂടെ എഴുതി നോക്കാം. അമ്പടയാളം നോക്കിയിട്ട് നോക്കാം. കൈതാ അമ്പടയാളത്തിലൂടെ ആ കൂർത്ത ഭാഗം തൊട്ട് അവസാനം ഇങ്ങനെ തൊട്ട് താഴേക്ക്, അല്ല സോറി തെറ്റിപ്പോയി. അങ്ങനെ പോയി മേലോട്ട് പോയിട്ട് താഴോട്ട് വന്നു. അങ്ങനെ ദേവനാഗരി ലിപി അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ലിപിയിൽ മേലെ ഒരു വരയും കൂടെ ഉണ്ട്. ത. ഇതാണ് ത. ആ ത എന്ന അക്ഷരം ഇതേപോലെ നിങ്ങളും അമ്പടയാളം ഇട്ടിട്ടോ അല്ലെങ്കിൽ കളറ് വർണ്ണലേപനം ചെയ്തിട്ടോ നല്ല ഭംഗിയാക്കി തീർക്കുക. ഒരു പ്രയാസമില്ല. ഇതുപോലെ നോക്കിയാൽ മതി. ഈ അമ്പടയാളം പോലെ നിങ്ങളുടെ ആ കുഞ്ഞു വിരലുകൊണ്ട് പെൻസിലുകൊണ്ട് അങ്ങനെ താഴോട്ട് വന്ന് മേലോട്ട് പോയി താഴോട്ട് ഇറങ്ങി അവിടെ നിന്നിട്ട് മേലൊരു വരയും വരച്ചു. ഇവിടെ കുത്തുകൾ യോജിപ്പിച്ച് ത എന്ന അക്ഷരാക്കണം. ത എന്ന അക്ഷരം കുത്തുകൾ യോജിപ്പിച്ചാക്കുക. ഇവിടെ 5 അക്ഷരമുണ്ട്. പഞ്ചാക്ഷരാണ് ഈ സന്ധി. ഇവിടെയോ ഏകം ദ്വേ ത്രീണി ചത്വരി പഞ്ച. ഇവിടെയോ ഏകം ദ്വേ ത്രീണി ചത്വരി പഞ്ച ഷഡ്. 6 ഉണ്ട് ഇവിടെ. അതൊക്കെ എഴുതുമ്പോഴേക്കും നമ്മൾ താ പഠിച്ചു. ഇനി ഇതാ ഈ 2 ഈ വരകളിലൂടെ ഈ താ വളരെ ഭംഗിയായിട്ട് എഴുതാൻ പഠിക്കാം. ഇഷ്ടമുള്ളത്ര ചെറുതാക്കി നന്നാക്കി എഴുതുക. അങ്ങനെ കുഞ്ഞു വിരൽ കൊണ്ട് എഴുതിയാൽ എന്താ ഭംഗി. അടുത്തത് ചിത്രം ദൃഷ്ട്വാ ജീവിനാം നാമാനി വദതു. ഇവിടെ ചിത്രം നോക്കുക. എന്നിട്ട് ജീവികളുടെ പേര് പറയാം. പറഞ്ഞോളൂ. ഇതാ ആരാണ്? മീനുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കണം. ബഗഹ, മീനുണ്ട്, മീനഹ. പിന്നെ ഇലയിൽ അതാ ഭേഗഹ. പിന്നെ ഇതാരാന്ന് എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയണം. പിന്നെയോ ദാ ബഗഹ, സുന്ദരൻ ചിത്രം. ഒരു തവണ കൂടെ പറയാം. ബഗഹ, മീനഹ, ഭേഗഹ, ബഗഹ.
ബഗഹ ഒരു ബഗം വെള്ളത്തിലുണ്ട്, ഒന്ന് കരയിലുണ്ട്. ബഗഹ ബഗൗ, രണ്ട് ബഗം. ബഗഹ ബഗൗ, ബഗഹ ബഗൗ, രണ്ട് ബഗം ഉണ്ട് കേട്ടോ. ബഗഹ ബഗൗ, രണ്ട് ബഗം, രണ്ട് കൊറ്റി. ബഗഹ പിന്നെയും വേറൊരു ബഗഹ. അപ്പോൾ ബഗഹ ബഗൗ, രണ്ട് ബഗം. ബേഗഹ മീനഹ. മറ്റേത് എന്താ ചിത്രം എന്ന് ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കി ഒന്ന് പറഞ്ഞുതരണേ. അടുത്തത്, ബന്ധുജനങ്ങളുടെ ഛായായുത്രാണി സ്വീകൃത്യ സചിത്ര പുസ്തകെ യോജയതു. അതായത് വീട്ടിൽ നമ്മൾ കുടുംബത്തിൻ്റെ ഫോട്ടോ ഉണ്ടാവില്ലേ, ആ ഫോട്ടോ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഉള്ള കുടുംബത്തിലുള്ള എല്ലാ ആളുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുടുംബ ഫോട്ടോ ഇതിൽ ഒട്ടിക്കണം. അടുത്തത്, സ്നേഹോപചാര ശബ്ദാൻ വദതു. സ്നേഹോപചാര ശബ്ദാൻ, സ്നേഹത്തോട് കൂടിയിട്ടുള്ള ശബ്ദങ്ങൾ പറയാൻ. അപ്പോൾ കുറച്ച് ശബ്ദങ്ങൾ നമ്മളിവിടെ കേട്ട്. ബാലേ, താത, എനിക്ക് പിന്നെന്താ, പിന്നെ നമുക്ക് ഇങ്ങനെ പിന്നെയും കേട്ടുകൊണ്ടിരിക്കാമല്ലോ. സ്നേഹോപചാര ശബ്ദാൻ, എല്ലാം ഒന്ന് ഭംഗിയായിട്ട് വിളിക്കുമ്പോൾ അതന്നെ ഒരു സ്നേഹോപചാര ശബ്ദമാവുമല്ലോ അല്ലേ. ആ ശബ്ദമൊക്കെ ഒന്ന് താഴ്ത്തി നല്ല ഭംഗിയായിട്ട് വിളിക്കുമ്പോൾ അതൊരു സ്നേഹവും അതൊരു അല്ലേ. ഗുരു ഗുരു അല്ലേ, അമ്മേ, അച്ഛ, മലയാളത്തിൽ പറയില്ലേ. പിന്നെ പ്രണാമം പറയില്ലേ, അതൊരു ഉപചാര ശബ്ദമാണല്ലോ അല്ലേ. നമ്മൾ വലിയ ആൾക്കാരെയൊക്കെ കണ്ടാൽ, നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരെ കണ്ടാൽ നമ്മൾ ബഹുമാനിക്കണം, കൈകൂപ്പണം, നമസ്തേ പറയണം. നല്ല കുട്ടികളാവാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, സ്നേഹോപചാര ശബ്ദാൻ വധതു ഉചിതൈഹി വർണ്ണൈഹി ലേപയതു. ഇത് നല്ല വർണ്ണങ്ങൾ കൊടുത്ത് നല്ലൊരു ചിത്രമാക്കുക. നല്ലൊരു വീട്ടിലുള്ള അംഗങ്ങളുടെ ചിത്രമാക്കുക. നല്ല ഭംഗിയുണ്ട്. ബലൂണുകൾക്കൊക്കെ പല കളറുകൾ കൊടുക്കാം. അത്ര ഈ ചിത്രങ്ങൾക്കെല്ലാം തന്നെ നല്ല കളറ് കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു ചിത്രമാക്കുക. പിന്നെ എന്താ അടുത്തത്, ഭാരതസ്യ ഔദ്യോഗിക പക്ഷി മയൂരഹ. ഇവിടെ മയൂരമാണ്, മയിലാണ്. മയിൽ, പാൽ, വാൽ, തോൽ എന്നൊക്കെ പറയും. ഇതല്ലേ മയിൽ, മയൂരഹ, മയിൽ. ആ മയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ്. നേരത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി എന്തോന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ മറന്നല്ലോ. നമുക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ പറയും. പറഞ്ഞല്ലോ ആരോ. എന്താണ്? ചാതകഹ. ചാതകഹ, വേഴാമ്പൽ. ഇത് ഭാരതത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ്. ആര്? മയൂരഹ. അനന്തരം ഭുവനമേവ ഭവനം. ഭുവനമേവ ഭവനം എന്നാണ് പറയുന്നത്. ഈ ഭുവനത്തെ നമ്മൾ ഒരു ഭവനമായിട്ട് കരുതുക. ഒരു വ്യത്യാസവും ഈ ഭുവനത്തിലുള്ള ഒന്നിനോടും ഒരു ജീവജാലങ്ങളോടും നമുക്ക് ഇഷ്ടമുള്ളവരോടും അങ്ങനെ ഇത് പാടില്ല. എല്ലാവരും ഇഷ്ടമുള്ളവരാവുക. ആരോടും ശത്രുത പാടില്ല. അങ്ങനെ ഈ ഭുവനത്തെ ഭവനം പോലെ ആക്കുക. നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും അമ്മയും അമ്മാവനും അങ്ങനെ വല്യമ്മയും വല്യച്ഛനും എല്ലാവരും സ്നേഹത്തോടെയൊക്കെ കഴിയുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ഒരു ഭവനത്തെ പോലെ ഈ ഭുവനത്തിലുള്ള ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ ഒരു ഭവനത്തിലെ ആളെപ്പോലെ നമ്മൾ കാണണം. ഭുവനമേവ ഭവനം. ഭുവനം തന്നെ ഭവനം എന്നാണ് പറയുന്നത്. ഭുവനം എന്ന് പറഞ്ഞാൽ ലോകമാണ്. ഭുവനമേവ, രണ്ട് വാക്ക് അവിടെ ചേർത്തി പറയാണ്. ഭുവനമേവ, ഭുവനം ഏവാ ഭവനം. ഭുവനം തന്നെ ഭവനം. ഭുവനം ലോകം, ഭവനം വീട്. വ്യത്യാസമുണ്ട്. ലേശൊരക്ഷരത്തിൻ്റെ ഒരു വ്യത്യാസത്തിൽ അർത്ഥത്തിന് നല്ല വ്യത്യാസമുണ്ട്. ഭുവനം ലോകം, ഭവനം വീട്. ഇനി ഈ ശബ്ദകോശാണ് നമ്മൾ നേരെ ആണ് വായിക്കുന്നത്. പദം സംസ്കൃതം മലയാളം അതേപോലെയാണ് വായിക്കുന്നത്. അപ്പം ഞാൻ വായിക്കട്ടെ. കുസുമം, സൂനം, പൂവ്, തടാകം, ഹ്രദഹ. ഈ
ആഴമുള്ള സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ, വെള്ളം കെട്ടി നിൽക്കണ തടാകം. ഹ്രദഹ തടാകം. പിതാ താതഹ അച്ഛൻ. ഭഗഹ ഭഗോഡഹ കൊക്ക്. ഭവനം ഗൃഹം വീട്. ഭേഗഹ ഭേഗത്തിൻ്റെ മറ്റൊരു വാക്കാണ് മണ്ടൂകഹ. മണ്ടൂകഹ തവള. മാതാ അംബാ അമ്മ. മീനഹ മത്സ്യഹ മത്സ്യം. സോദരഹ ഭ്രാതാ സഹോദരൻ. സോദരി സ്വസാ സഹോദരി. അപ്പോൾ ഒരു തവണ കൂടെ വായിക്കട്ടെ. കുസുമം സൂനം പൂവ്. തടാകം ഹ്രദഹ തടാകം. പിത താതഹ അച്ഛൻ. ഭഗഹ ഭഗോഡഹ കൊക്ക്. ഭവനം ഗൃഹം വീട്. ഭേഗഹ മണ്ടൂകഹ തവള. മാതാ അംബ അമ്മ. മീനഹ മത്സ്യഹ മത്സ്യം. സോദരഹ ഭ്രാതാ സഹോദരൻ. സോദരി സ്വസാ സഹോദരി. അപ്പോൾ ഇവിടെ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് കൂടെ നമുക്കൊന്നുകൂടെ കണ്ണോടിക്കാം. നല്ലൊരു കവിതയാണല്ലോ. ആ കവിത എല്ലാവരും കൂടി ഒരുമിച്ച് പാടുക. ടീച്ചറും പാടും. നോക്കാം. പാഠത്തിൻ്റെ പേര് കഥയതു ബാലേ എന്നാണ്. കഥയതു ബാലേ. അല്ലയോ പെൺകുട്ടി പറയൂ. ഇവിടെ അനേകാനി ചിത്രാണി സന്ധി ചിത്രസ്യ നാമാനി വദതു. ചിത്രാണാം നാമാനി വദതു. നമ്മൾ പറഞ്ഞു ശുനകഃ മാർജാരഃ വാനരഃ നകുലഃ വ്യാഘ്രഃ അജഃ ധേനു. അനന്തരം പാലിത ജന്തൂനാം നാമാനി വദതു. പാലിത ജന്തുക്കളുടെ നാമങ്ങൾ പറയുക. അപ്പോൾ പറഞ്ഞു നമ്മൾ ശുനകഃ മാർജാരഃ അജഃ ധേനുഃ. അനന്തരം കഥയതു ബാലേ എന്ന കവിത. കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ. വികസിത കുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. ഒന്നും കൂടെ. കഥയതു ബാലേ തടാകതീരെ കിം വാ പശ്യാമ. വികസിത കുസുമം ഭേഗം മീനം ഭഗം ച പശ്യാമ. അല്ലേ മോളെ പറയൂ, തടാക തീരത്തിൽ വെച്ച് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ എന്തെല്ലാം കാണുന്നുണ്ട്? കിം വാ പശ്യാമഹ. അവിടെ വികസിത കുസുമങ്ങളുണ്ട്, തവളയുണ്ട്. ഭേഗം തവളയുണ്ട്. മീനുണ്ട്. ഭഗഹ കൊറ്റിയുണ്ട്, അല്ലെങ്കിൽ കൊക്കുണ്ട്. ഇതിനെല്ലാം കാണുന്നുണ്ട്. അനന്തരം വദതു ച താത തടാകമധ്യേ കഥമിഹ നിവസന്തി. ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. അച്ഛ പറയൂ, ഈ തടാകമധ്യത്തിൽ വെള്ളത്തിൽ കഥമിഹ നിവസന്തി എങ്ങനെയാണ് ഇവിടെ കഴിച്ചു കൂട്ടുന്നത്, ജീവിക്കുന്നത് എങ്ങനെയാണ്? കഷ്ടം തന്നെ. അപ്പം അച്ഛൻ എന്താ പറയണത്? ഭവനേ വയമിഹ സ്നേഹസമേതം സുഖേന നിവസന്തി. ഭവനേ വയമിഹ ഈ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ, ഈ വീട്ടിൽ വയം നമ്മൾ സ്നേഹസമേതം സുഖേന നിവസന്തി സ്നേഹത്തോടുകൂടി സുഖമായി വസിക്കുന്നു. അതുപോലെ ആ തടാകമധ്യത്തിൽ എല്ലാ ജീവജാലങ്ങളും സുഖമായി വസിക്കുന്നു. അനന്തരം ചിത്രത്തിലുള്ള ചിത്രത്തെ പരിചയപ്പെട്ടു. അവിടെ പിതാസ്തി മാതാസ്തി ജ്യേഷ്ഠാസ്തി ജ്യേഷ്ഠഃ അനുജാസ്തി പഞ്ചജനാഃ സന്തി. അനന്തരം ലേഖനവിധി പഠിച്ചു. അനന്തരം തടാകത്തിലെ ജീവികളെ വീണ്ടും പരിചയപ്പെട്ടു. ഇവിടെ ബഗഹ ബഗു 2 ബഗുള്ളതുകൊണ്ടാണ് ഞാൻ ബഗു എന്ന് പറഞ്ഞത്. അപ്പോൾ 2 കാക്ക ഉണ്ടാകുമ്പോഴെങ്ങനെയാ പറയുക? കാകഹ കാകോ. അങ്ങനെ ഉണ്ട് കഥ.
അടുത്തത് ബഗഹ ബഗു, 2 ബഗ. ബേഗഹ തവള, മീനഹ മീൻ. ഇവിടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആളുകൾ ഉൾപ്പെട്ട ഒരു ഫോട്ടോ ഒട്ടിക്കുക. സ്നേഹോപചാര ശബ്ദാൻ ലേ വധതു, മോളെ ചക്കരെ പഞ്ചാരെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂലേ, അതൊക്കെ സ്നേഹ ശബ്ദങ്ങളാണല്ലോ. അല്ലെങ്കിൽ പ്രിയപ്പെട്ട മോളെ എന്നൊക്കെ പറയില്ലേ. പിന്നെന്താ പറയുക, ആ ശബ്ദമൊക്കെ മയപ്പെടുത്തിയിട്ട് നമ്മൾ സ്നേഹത്തോടു കൂടി വിളിക്കൂലേ, അങ്ങനെയൊക്കെ ഉള്ള ശബ്ദങ്ങൾ, സ്നേഹവും അതേപോലെ ഉപചാര ശബ്ദങ്ങളൊക്കെ പറയാൻ. ഉചിത വർണ്ണങ്ങൾ കൊടുത്ത് നല്ലൊരു ചിത്രമാക്കുക, വളരെ ഭംഗിയാക്കണേ. അനന്തരം ഇവിടെ ഭാരതസ്യ ഔദ്യോഗിക പക്ഷി മയൂരഃ. ഭാരതത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മയൂരം, മയിൽ. ഭുവനമേവ ഭവനം, ഈ ഭുവനം തന്നെയാണ് ഭവനം. ഈ ഭവനത്തെപ്പോലെ നമ്മൾ കരുതണം. എല്ലാം നമ്മുടെ സ്വന്തമായിട്ട് കരുതുക. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ വർത്തിക്കുക, പെരുമാറുക, അതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഇവിടെ പദങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു പാഠം, നല്ലൊരു പാഠം. ഇവിടെ എല്ലാവരും മൈത്രിയോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ള ഒരു നല്ലൊരു സന്ദേശം കുഞ്ഞുങ്ങൾക്ക് തന്നുകൊണ്ട് ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ, വിജയാശംസകൾ.